എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. PSC ക്ലാസ് തുടങ്ങാണ്. ഇന്നലെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? വെള്ളത്തിന്റെ pH മൂല്യം 7 ആണ്. 7 ആണ് വെള്ളത്തിന്റെ pH മൂല്യം. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താപോർജ്ജത്തിന്റെ യൂണിറ്റ് ഏതാണ്? താപോർജ്ജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. താപോർജ്ജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. മറന്നു പോകരുത്. ലോകലായകം എന്നറിയപ്പെടുന്നത് എന്താണ്? ലോകലായകം എന്നറിയപ്പെടുന്നത് എന്താണ്? ജലമാണ്. ജലമാണ് ലോകലായകം എന്നറിയപ്പെടുന്നത്. KM പണിക്കരുടെ ശരിയായ പേരെന്താണ്? KM പണിക്കരുടെ ശരിയായ പേര് കാവാലം മാധവ പണിക്കർ എന്നാണ്. കാവാലം മാധവ പണിക്കർ എന്നാണ് KM പണിക്കരുടെ ശരിയായ പേര്. ഇനി ഒരു അബ്രിവേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. MS-ന്റെ അബ്രിവേഷൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് സർജറിയാണ്. മാസ്റ്റർ ഓഫ് സർജറിയാണ് MS-ന്റെ അബ്രിവേഷൻ. മറന്നു പോകരുത്. ഇനി കേരള ഗവർണർ ആരാണ്? ഒരു കറന്റ് അഫയേഴ്സ് ആയിട്ടുള്ള ചോദ്യമാണ്. കേരള ഗവർണർ ആരാണ്? കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആണ് കേരള ഗവർണർ. രാജേന്ദ്ര അർലേക്കർ ആണ് കേരള ഗവർണർ. ഇനി നാളത്തെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നാളത്തെ ഒരു ചോദ്യം ഒരു ബൊട്ടാണിക് നെയിമാണ്, അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ നാമമാണ് ചോദിക്കുന്നത്. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? നാളെ നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യണം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്തവര് ദയവ് ചെയ്ത് നിങ്ങൾ കാണണ്ട. നമുക്കൊരു 4 അക്ഷര മാർക്കൽ എന്തെങ്കിലും വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലിപ്പോ എന്തായാലും കുഴപ്പമുണ്ടാവണം. ഒരു അസഹിഷ്ണുത ഉണ്ടാവേണ്ട കാര്യമില്ല. നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നു. ഒരു ഗ്രൂപ്പ് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ബോധമില്ലാതെ കൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തതിന് ആ ഒരു കാര്യം മാത്രമേ അതിൽ പ്രതിപാദിക്കാൻ പാടുള്ളൂ പറയുന്നത്. നമ്മൾ നമ്മളെ ദേഹത്ത് സ്പർശിക്കാത്ത രീതിയിലുള്ള എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യാതൊരു രീതിയിലുള്ള മതപരമായിട്ടോ ജാതിപരമായിട്ടുള്ള കാര്യമല്ലാതെ അല്ല രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ എന്ത് കാര്യങ്ങളും അതിൽ നമ്മൾ ഒന്ന് ഷെയർ ചെയ്താൽ എന്താണ് അതിൽ നിങ്ങൾക്ക് നമുക്കൊക്കെ സംഭവിക്കാൻ? ഒന്നും സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി വിജ്ഞാനം നമ്മൾ വികേന്ദ്രീകരിക്കപ്പെടാന്നുള്ളതാണ്. ആ വിജ്ഞാനം വികേന്ദ്രീകരിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ അസഹിഷ്ണുത ഉണ്ടാവാൻ പാടില്ല. പരമാവധി എല്ലാവരും തന്നെ കോപ്പറേറ്റീവ് ചെയ്യണം. നിങ്ങൾ നാളിതുവരെ നല്ല രീതിയിലുള്ള സഹകരണം ഈ വൺ സ്ട്രഗിൾ മീഡിയ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. പൂർവാധികം ശക്തിയോടെ തുടർന്നും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് അടിക്കുകയും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ശിവദാസ് നന്ദിയായിട്ട്, വൺ സ്ട്രഗിൾ മീഡിയ.